അതിലുണ്ടെ കുഴപ്പമില്ല. കാരണം നമ്മൾ ആ കണ്ടന്റിനെ പറ്റി സംസാരിക്കുകയാണ്. അത് റീകണ്ടന്റ് ആവത്തില്ല. പക്ഷെ മറ്റൊരാളുടെ വീഡിയോ ഒന്നും അനങ്ങാതെ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് റീകണ്ടന്റ് ആണ്. റീകണ്ടന്റ് പാടില്ല. അത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ അല്ല. ആദ്യം അത് മനസ്സിലാക്കാം. യൂട്യൂബിന് കോപ്പിറൈറ്റ് ഒന്നുമില്ല. യൂട്യൂബിന്റെ അല്ല കോപ്പിറൈറ്റ്. ഈ കോപ്പിറൈറ്റ് ഉള്ള കാര്യം അവരത് കോപ്പിറൈറ്റ് എന്ന് നമ്മളെ കാണിക്കുന്നെന്നുള്ളേ ഉള്ളൂ യൂട്യൂബ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്ത ആളിന്റെയാണ്. ഇപ്പം എം ജി സുകുമാരന്റെ മിക്ക പാട്ടും കോപ്പിറൈറ്റ് ആണ്. ഞാൻ അതാണ് ഒരു പാട്ടുകാരനായിട്ട് പോലും ഞാൻ പാടത്തില്ല. ഞാൻ SME പാടും. കാരണം ഞാൻ 3 പാട്ട് പാടിയിട്ട് 3ഉം കോപ്പിറൈറ്റ് ആയി. അപ്പൊ ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ആ സൈറ്റിൽ കയറി കോപ്പിറൈറ്റിനെ ഇവരെ ക്ലെയിം എന്നാന്നറിയാൻ കയറിയപ്പോൾ നമ്മൾ പോകുന്നത് എം ജി സുകുമാരന്റെ സൈറ്റിലോട്ടാണ് പോകുന്നത് ഈ യൂട്യൂബിൽ കൂടെ. അപ്പൊ അതിനകത്ത് ഒരു പാട്ടിനാണ് ആ പാട്ടിലുണ്ടാകുന്ന മൊത്തം വരുമാനം പുള്ളിക്ക് വേണം. അതെ എം ജി സുകുമാറിന്. അപ്പൊ ഞാനിവിടെ കഷ്ടപ്പെട്ട് പാട്ട് പാടിയിട്ട് പുള്ളിക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനെടുത്ത് കൂടെ കളഞ്ഞു. അപ്പം ഈ ക്ലെയിം ചെയ്യുന്നവരാണ് ഈ കോപ്പിറൈറ്റ് ഇടുന്നത്. ഇപ്പം എം ജി സുകുമാർ ഒരു പാട്ട് പാടി, അത് ഇച്ചിരി പോപ്പുലർ ആയ പാട്ടാണെങ്കിൽ പുള്ളി അത് ക്ലെയിം ചെയ്തിടും. ഈ പാട്ട് ആരുടെ അടുത്ത് ഉപയോഗിച്ചാൽ എനിക്ക് 50%, 50% പൈസ എനിക്ക് വേണമെന്നുള്ള ഒരു ക്ലെയിം അവിടെ ഉണ്ട്. അപ്പൊ ആ ക്ലെയിമുള്ള പാട്ട് നമ്മളെടുത്ത് പാട്ടുമ്പോൾ അത് കോപ്പിറൈറ്റ് ആകുമ്പോൾ യൂട്യൂബ് നമ്മളെ മനസ്സിലാക്കുന്നതാണ് ഇത് കോപ്പിറൈറ്റ്